കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുനന്ദയുടെ വിവാഹ നിശ്ചയത്തിന്റെ ആഘോഷമൊക്കെ ഭയങ്കര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ ഭാസ്കരൻ അതുവഴി അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരൻ തന്റെ സൈക്കിളും ചവിട്ടി വീടിന്റെ മുന്നിലേക്ക് എത്തിയിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കാണ്. അന്നേരം ഗംഗാധരൻ ലളിതയും തനയനും ഒക്കെ ഇത് കണ്ടു. അവർക്കൊക്കെ വലിയ ഞെട്ടലായിരുന്നു. കാരണം ഇങ്ങേര് വല്ല പ്രശ്നവും ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന പേടി. ചെക്കന്റെ വീട്ടുകാരും ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കും. ഈ നേരത്തിന് ഭാസ്കരൻ വന്ന് വല്ല പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ കല്യാണം അങ്ങ് മുടങ്ങിപ്പോവും. വല്ലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ തീർന്നില്ലേ. ഭാസ്കരന്റെ ആ ഒരു നിൽപ്പും നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ലളിത തനയനോട് പതുക്കെ പറഞ്ഞു, തനയേട്ടാ, ഇതാകെപ്പാടെ പ്രശ്നമാവുമെന്നാ തോന്നുന്നത്. ദേ അങ്ങേര് വന്ന് ഇങ്ങോട്ടേക്ക് തറിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടോ. അന്നേരം ഗംഗാധരൻ പറഞ്ഞു, ഏയ് ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, നീ ഇത് എനിക്ക് വിട്ടേക്കേ എന്നൊക്കെ പറയും. നീ അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് തനയനെ മാറ്റി നിർത്തി. പിന്നീട് ഗംഗാധരൻ വലിയ ആളും കളിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയത്തന്നെ ഒരു കൈ സൈക്കിളിൽ പിടിച്ചിട്ട് മറു കൈ ഇടുപ്പിൽ കുത്തി അങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കുമായിരിക്കും ഭാസ്കരൻ. വലിയ ഷോ കാണിച്ച് ഗംഗാധരൻ നേരെ ഭാസ്കരനെ ഒന്ന് കടുപ്പിച്ചങ്ങ് നോക്കി. ഭാസ്കരൻ തിരിച്ചു നോക്കി നിൽക്കാണ്. പക്ഷേ ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല രോഷത്തോടെ ഒരു നോട്ടം നോക്കിയിട്ട് പോവും. ഗംഗാധരൻ നാണം കിട്ടുപോയി. ഗംഗാധരൻ വിചാരിച്ചത് ഭാസ്കരൻ വല്ല സീനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ്. ഭാസ്കരൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഗംഗാധരൻ അകത്തേക്ക് കയറി. അന്നേരം ലളിത പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഹോ, രക്ഷപ്പെട്ടു. എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എന്താ ചുമ്മാതിരിക്കുവോ? ലളിത പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗംഗേട്ടാ, നമ്മുടെ മോളുടെ കല്യാണം മുടങ്ങിപ്പോഴാ ചെക്കനും വീട്ടുകാരും ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അവർക്ക് ഭയങ്കര സമാധാനമായിരിക്കട്ടെ ഭാസ്കരൻ പോയത്. ആ സമയത്തിന്റെ ഭാസ്കരൻ വീട്ടിലേക്ക് കയറി ചെന്നു. ആ സമയത്തിന്റെ ഭാസ്കരൻ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ബ്രോക്കറെ കാണുന്നത്. ബ്രോക്കറെ കണ്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എടാ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞാന്. എത്ര നാളായടാ എൻ്റെ ചെക്കനൊരു പെണ്ണ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ട്. അന്നേരം ബ്രോക്കർ പറഞ്ഞു, എൻ്റെ ഭാസ്കരേട്ടാ, എത്ര എണ്ണം കൊണ്ടുവന്നു? ഒന്നെങ്കിലും ഒന്ന് സെറ്റായോ? ഇല്ലല്ലോ. 2 വർഷമായിട്ട് ആലോചനയായിട്ട് നടക്കുന്നത്. ഇതിനിടയ്ക്ക് എത്ര പെണ്ണ് വീട് കാണാൻ പോയി? എടാ, അതിന് നല്ലൊരു ആലോചന കൊണ്ടുവരേണ്ടതെന്ന് ഭാസ്കരൻ ചോദിച്ചു. പിന്നെ ഞാൻ നല്ല ആലോചന കൊണ്ടുവന്നില്ലേ? എത്ര എണ്ണം കൊണ്ടുവന്നു? ഇപ്പതാ ഒരു അടിപൊളി ആലോചന വന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ചെക്കനെ ഫോൺ വിളിച്ചു. പക്ഷേ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അന്നേരം ഭാസ്കരൻ പറഞ്ഞത്, അവൻ എങ്ങനെ എടുക്കാനാണ്? നീ കൊണ്ടുവന്ന ആലോചന ഏതെങ്കിലും ഒന്ന് നടക്കുവോ? ഇനി എന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആലോചന വരും, എല്ലാം സെറ്റാവും. പക്ഷേ ഈ അയലവക്കത്തുള്ളവരൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയോ? ആ വീട്ടിൽ പെണ്ണ് പാടില്ല എന്ന്. ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പെണ്ണിനെ വിടണ്ട എന്നൊക്കെയാണ്. അതോടുകൂടെ തന്നെ ആ ആലോചന അങ്ങ് മുടങ്ങിപ്പോവും. ഭാസ്കരൻ പറഞ്ഞത്, അങ്ങനെയൊന്നും അല്ലാതെ ഏതെങ്കിലും ഒരു നല്ല ആലോചന നിനക്ക് കൊണ്ടുവരാൻ പാടില്ലേ? ഇത്തവണ എന്താണെങ്കിലും ഭാസ്കരൻ പറഞ്ഞത് ഉറപ്പാണ്. ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നിരിക്കും. ഒരു അടിപൊളി ഒരു ബന്ധം. ഭാസ്കരേട്ടൻ ധൈര്യമായിട്ടിരുന്നോ എന്ന് ബ്രോക്കർ പറഞ്ഞു. അതും പറഞ്ഞ് ബ്രോക്കർ പോയപ്പോൾ ഭാസ്കരൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഇതേ സമയത്തിന് സുഭാഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നികേഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് പറയുന്നുണ്ട്, എടാ, കറിക്ക് രുചിയുണ്ടോ എന്ന് നോക്കിയെന്ന് പറയും. നികേഷ് ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. എന്നും ഉണ്ടാക്കുന്നത് പോലെയൊന്നുമല്ല. ഇന്ന് ഏതായാലും ഇത്തിരി വെറൈറ്റിയാണ്, അടിപൊളി ടേസ്റ്റാണ് എന്നൊക്കെ പറയും. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, പാത്രമൊക്കെ എടുത്തോ, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തിരുന്ന് കഴിക്കാമെന്ന് സുഭാഷ് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് കയറിപ്പോയി. അകത്ത് ചെന്നപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ, കറിയൊക്കെ ആയോ എന്ന്. കറിയായി, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉഗ്രൻ ടേസ്റ്റാണ് എന്ന് നികേഷ് മറുപടി നൽകി. എങ്കിൽ പിന്നെ ഒരു പീസ് എനിക്ക് എടുത്തു തരാമായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ നിധി വന്ന് പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാവരും കഴിക്കാൻ പോവല്ലേ, ഇനിയിപ്പോൾ എന്തിനാണ് പീസ് എന്ന് ചോദിക്കും. പുറത്തേക്ക് ഇറങ്ങി ചെല്ലാൻ നികേഷ് പറഞ്ഞു. പ്ലേറ്റ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങി എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് പറയും. ആ, അത് ശരിയാണ്, അകത്ത് കറണ്ടില്ലല്ലോ, പുറത്തു വന്ന് കഴിക്കാമെന്ന് ഹരീഷും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി പ്ലേറ്റ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് സുഭാഷ് എല്ലാവർക്കും വന്നിട്ട് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സുഭാഷേട്ട മാത്രം കഴിക്കാത്തത്? ഞാൻ വിളമ്പിത്തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, ഞാൻ എടുത്തു കഴിച്ചോളാം എന്ന് സുഭാഷ് പറഞ്ഞു. അച്ഛനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ വന്നോളുമെന്ന് അവർ കരുതി. അന്നേരം സുധീഷ് പറയുന്നത്, മിക്കവാറും മദ്യം മടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും. കുപ്പി മേടിച്ചിട്ട് അടിച്ച് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും, അതുകൊണ്ടായിരിക്കും ആശാൻ പോയിരിക്കുന്നത് എന്ന് പറയും. ഇപ്പൊ തന്നെ വരുമായിരിക്കും. സുഭാഷേട്ടൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. സുഭാഷേട്ടൻ കഴിച്ചോ എന്ന് പറയാണ്. ആ സമയത്തിന് സുഭാഷ് എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടനൊരു കാര്യം അറിയോ? എന്ത് കാര്യം? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തിന് ഒരു കാര്യം സുഭാഷേട്ടൻ പറഞ്ഞിരുന്നു. സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമെന്ന്.
അതെ, ഒരു പെണ്ണ് എന്നെ സ്ഥിരമായിട്ട് നോക്കുമായിരുന്നു എന്ന് ഞാൻ ആ പെണ്ണിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ പെണ്ണിനോട് മിണ്ടാതായി. എനിക്കത് ഭയങ്കര സങ്കടമായി. അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. സുഭാഷ് പറയുന്നുണ്ട്, എടാ ഞാൻ അത് മറന്നുപോയി എന്ന് പറയും. സുഭാഷ് ഏട്ടൻ മറന്നുപോയാലും ഞാൻ അത് മറക്കില്ല. എന്താന്ന് വെച്ചാൽ നമുക്കുള്ളതാണെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടും. അതിപ്പോ ഏത് വഴിക്ക് പോയാലും ശരി. വിധി അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പക്ഷേ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും വിധി ഇല്ലെങ്കിൽ ഒരിക്കലും അത് നമുക്ക് കിട്ടില്ല എന്ന് പറയും. അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിധി സുഭാഷിനെ ഇങ്ങനെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നുണ്ട്, ആ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് എന്ന്. ഇത് കേട്ട് നികേഷൻ പറയുന്നുണ്ട്, ഇതിനകത്ത് എനിക്കൊരു സംശയമുണ്ട് സുഭാഷ് ഏട്ടാ. സുധീഷ് ഏട്ടൻ ആ പെണ്ണ് മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി മിണ്ടി കാണും. സുഭാഷ് ഏട്ടന്റെ സ്വഭാവം അതാണല്ലോ, ഒന്നിനെയും വെറുതെ വിടില്ലല്ലോ എന്ന് പറയും. അത് കേട്ടപ്പോൾ ഹരീഷും എല്ലാവരും കൂടി ഇരുന്നങ്ങ് ചിരിക്കാണ്. സുധീഷ് ഹരീഷിനോട് പറഞ്ഞു, നീ കൂടുതലൊന്നും ചിരിക്കണ്ടടാ, നിന്റെ കഥയൊക്കെ എനിക്കറിയാമെന്ന് പറയും. ഹരീഷ് പേടിച്ച് പറയുന്നുണ്ട്, വേണ്ട വേണ്ട അത് പറയണ്ട എന്ന് പറയും. അങ്ങനെ ഹരീഷിന്റെ കഥ സുധീഷ് അങ്ങ് പറയാൻ തുടങ്ങുകയാണ്. ഹരീഷിന് ആകപ്പാടെ നാണക്കേടായി പോയി. നിധി അടുത്തിരിക്കുന്നുണ്ടല്ലോ. ഓരോ കഥകളൊക്കെ പറയുന്നതിനിടയിൽ ഹരീഷ് ഒരു വലിയ ചിക്കൻ പീസ് എടുത്ത് സുധീഷിന്റെ വായിലേക്ക് അങ്ങ് കുത്തിക്കയറ്റി. കുറച്ചു നേരമെങ്കിലും മിണ്ടാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് സുധീഷ് അതും കഴിച്ച് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നിധി സുധീഷിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്. കുറെ നേരം അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ നിധി പെട്ടെന്ന് അങ്ങ് മുഖം മാറ്റി സുഭാഷിനെ നോക്കി. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും സുധീഷ് വലിയ വലിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ചിരിയും കളിയും തമാശയായിട്ട് എല്ലാവരും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. സുഭാഷ് പോലും സുനന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്ന് തന്നെ പറയാം. സുധീഷ് വീണ്ടും തമാശകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നിധി വീണ്ടും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷ് വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ നിധി പെട്ടെന്ന് തന്നെ നോട്ടമങ്ങ് മാറ്റി. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സുധീഷ് നിധിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെങ്ങനെ ഒളിക്കണ്ണാലെ നോക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയും. നിധി പറയുന്നുണ്ട്, ആര് നോക്കി, എപ്പോ നോക്കി, ഞാൻ ആരെയും നോക്കിയിട്ടൊന്നുമില്ല, ഒന്ന് പോ എന്നൊക്കെ പറയും. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്നെ നോക്കിയിട്ട് സൈറ്റ് എടുക്കാൻ നോക്കിയതാണോ എന്ന് ചോദിക്കും. നിധി പറയുന്നുണ്ട്, പിന്നെ സൈറ്റ് എടുക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറഞ്ഞ കൂട്ടത്തിന് നിധി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. സുധീഷ് വിചാരിച്ചു ഇവൾ തന്നെ നോക്കുന്നത് കണ്ടതാണല്ലോ, താൻ നോക്കിയപ്പോൾ അവൾ നോട്ടം മാറ്റിയതാണ് എന്നൊക്കെ അവൻ ഉറപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രിയായപ്പോ ഹരീഷും നികേഷും ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ്. പക്ഷേ സുധീഷിന് ഒട്ടും ഉറക്കം കിട്ടിയില്ല. ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുധീഷ്. അന്നേരം സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ നീ മാത്രം ഉറങ്ങാത്തത്, നിനക്കെന്താടാ ഉറക്കൊന്നുമില്ലേ, ഈ സമയത്ത് നീ എന്താ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കും. ഏയ് ഒന്നുമില്ല എന്ന് സുധീഷ് പറഞ്ഞുവെങ്കിലും സുഭാഷ് എത്തി നോക്കി ചോദിച്ചു, എന്താടാ പെണ്ണുങ്ങളുടെ ഫോട്ടോ ആണല്ലോ നീ നോക്കുന്നത്, ഇതുവരെ ഇതൊന്നും നിർത്താനായില്ലേ? ഓ, ഒന്ന് ഫോട്ടോ നോക്കുന്നതല്ലേ ഉള്ളൂ, വിളിയോ മെസ്സേജോ ഒന്നുമില്ലല്ലോ എന്ന് പറയാണ് സുധീഷ്. എടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, നിനക്കൊരു ഭാര്യയുണ്ടെന്ന ചിന്ത നിനക്കുണ്ടോ എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഭാര്യയോ, അവൾ പറഞ്ഞോ അവൾ എൻ്റെ ഭാര്യയാണെന്ന്? സുഭാഷ് ഏട്ടൻ അറിയാമല്ലോ, ഇതുവരെ അവൾ എന്നെ ഭർത്താവായിട്ട് കണ്ടിട്ട് പോലുമില്ല. ഇനിയിപ്പോ സുഭാഷ് ഏട്ടൻ ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് എങ്കിലും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നോക്കി നിൽക്കാണ് സുധീഷ്. അന്നേരം സുഭാഷിന്റെ ഫോൺ അടിച്ചു. സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇതാരാണ് ഈ നേരത്തെ വിളിക്കുന്നത് എന്ന്. സുഭാഷ് നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇതാ പെണ്ണാണ്. ഏത് പെണ്ണ്? കഴിഞ്ഞ ദിവസം കോഫി ഷോപ്പിൽ വെച്ച് കണ്ടില്ലേ, ആ മാട്രിമോണിൽ കണ്ടിട്ട് കാണാൻ പോയ ആ പെണ്ണില്ലേ അവള്. ഓ, ബെസ്സിയും അവളും കൂടി വന്നതല്ലേ, അവളല്ലേ എന്ന് ചോദിക്കും. അതെ, അവൾ തന്നെ. സുഭാഷേട്ടൻ ആ പെണ്ണിനോട് സംസാരിക്കുകയെന്ന് സുധീഷ് പറയുന്നുണ്ട് എങ്കിലും സുഭാഷ് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. എങ്കിൽ ഫോൺ ഇങ്ങോട്ടേക്ക് താ, ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് സുധീഷ് പെട്ടെന്ന് തന്നെ സുഭാഷിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. സുഭാഷ് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും സുധീഷ് കേട്ടില്ല. ഹലോ പറഞ്ഞു. അപ്പുറത്ത് നിന്ന് സുഭാഷ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് അതേന്ന് പറയാണ്. അപ്പുറത്ത് നിന്ന് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, അതാണ് ഇപ്പൊ വിളിച്ചത്. എന്തൊക്കെയുണ്ട് വിശേഷം, കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. സുധീഷ് പറയുന്നത് ഡയറ്റിങ്ങിലാണ് എന്ന്. ആണോ, എങ്കിൽ വൈകുന്നേരം ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചാൽ മതി, സ്കിന്നിന് അതൊക്കെയായിരിക്കും നല്ലത് എന്നൊക്കെ അവർ സംസാരിച്ചു. സുഭാഷ് സുധീഷിനെ തോണ്ടി ഫോൺ വെക്കാൻ പറയുന്നുണ്ടെങ്കിലും സുധീഷ് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇത്രയൊന്നും സംസാരിച്ചിരുന്നില്ലല്ലോ, ഇപ്പതെന്താ പെട്ടെന്നെന്താ ഒരു മാറ്റം എന്ന് ചോദിക്കും. സുധീഷ് പറയുന്നുണ്ട്, അന്ന് എനിക്ക് അത്ര സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഇപ്പോഴാണ് ഞാൻ അന്ന് ആക്റ്റീവായത്. പക്ഷേ അന്ന് നിങ്ങൾ ഭയങ്കര സംസാരമായിരുന്നല്ലോ, ബെസ്റ്റിയുടെ മുന്നിൽ ഭയങ്കര ഷോ ആയിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കാണ് അവള്. സുധീഷ് പറയുന്നുണ്ട്, അന്ന് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏതായാലും നിങ്ങളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റിയും കൊണ്ടല്ലേ അന്ന് വന്നത്, അങ്ങനെയുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയും. ഇനി എന്നെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കോള് കട്ട് ചെയ്യാൻ പോവുകയാണ്.
അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, എടാ എന്തിനാണ് ആ പാവം പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. പാവമോ, അവൾ അന്ന് ബെസ്റ്റിയും കൊണ്ടുവന്നത് മിണ്ടാതിരുന്നതല്ലേ സുഭാഷേട്ടാ. അവൾ ഏതായാലും അവളുടെ വഴിക്ക് പോട്ടെ, സുഭാഷേട്ടന് പറ്റിയ പെണ്ണല്ല അവള് എന്ന് പറയും. വേറെ നല്ല പെണ്ണ് വരുമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോയിട്ട് കിടന്നുറങ്ങാണ്. സുഭാഷ് കുറെ നേരം അതിനെപ്പറ്റി ആലോചിച്ചു. സുനന്ദയായിരുന്നു തന്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സുനന്ദയുടെ വിവാഹം ഉറപ്പിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് വിഷമത്തോടു കൂടെ തന്നെ സുഭാഷും പോയി കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സാന്ദ്ര നേരെ രാജീവിന്റെ അൽമാറയിൽ പോയിട്ട് നിധിയുടെ ആധാർ കാർഡൊക്കെ എടുത്തു. അത് നിധിക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് ആധാർ കാർഡ് എടുത്ത് മുറിയിലേക്ക് വന്നു. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിധിക്ക് അയച്ചു കൊടുക്കാനായിരിക്കും പ്ലാന്. അതിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഫോണിന്റെ ചാർജ് തീർന്നു പോയി. ഷോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അരുൺ നോക്കിയപ്പോൾ സാന്ദ്ര എന്തൊക്കെയോ കാണിക്കുന്നത് അരുൺ അവിടെ മാറി നിന്ന് കണ്ടു. സാന്ദ്ര വേഗം തന്നെ ആധാർ നമ്പർ ഒരു പേപ്പറിൽ എഴുതി വെച്ചു. ആ നമ്പർ ഉണ്ടെങ്കിൽ നിധിക്ക് പുതിയ ആധാർ കാർഡ് എടുക്കാമെന്ന് അവൾ കരുതി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവൾ വേഗം ആധാർ കാർഡ് തിരികെ അൽമാരയിലേക്ക് വെച്ചു. അരുൺ മുറിയിലേക്ക് വന്ന് ആ പേപ്പറിൽ എന്താണെന്ന് നോക്കി. ഇത് ആധാർ നമ്പർ അല്ലേ, ഇത് നിധിയുടെ ആധാർ നമ്പർ തന്നെയായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. നിധി പണ്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തിരുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്പർ കൊടുത്ത് അവളെ സഹായിക്കാനുള്ള സാന്ദ്രയുടെ പ്ലാനാണെന്ന് അരുണിന് മനസ്സിലായി. രാജീവിന്റെ അൽമാറയിൽ നിന്നും ഇതെടുത്ത സ്ഥിതിക്ക് അവൾക്കൊരു പണി കൊടുക്കണമെന്ന് തന്നെ അരുൺ വിചാരിച്ചു. അരുൺ ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ നിന്നും പോയി. അരുൺ ഒന്നും അറിയാത്ത മട്ടിൽ ആ ഒരു നമ്പറെല്ലാം മാറ്റി വെച്ചുകൊണ്ടായിരിക്കട്ടോ അവിടെ നിന്നും പോകുന്നത്. ഈ സമയത്ത് തന്നെ സുധീഷ് വല്ലാത്ത ടെൻഷനിലായിരിക്കും. എങ്ങനെയെങ്കിലും നിധിയെന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണമല്ലോ എന്ന് കരുതി ഒടുവിൽ അവൻ ഒരു ചൂലുമായി വന്ന് വീടെല്ലാം തന്നെ തൂത്തുവാരാൻ തുടങ്ങി. അവൾ വരുമ്പോൾ താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് അവൾക്ക് സന്തോഷമാവുമെന്നാണ് സുധീഷ് കരുതിയത്. അവിടെ അഴുക്കൊന്നുമില്ല എങ്കിലും അവൻ കുറച്ച് ബുക്കൊക്കെ കീറി ചുരുട്ടിയിട്ടു തൂത്തുവാരുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും നിധി ഇറങ്ങി വരാത്തത് കണ്ട് അവൻ ഒരു ഗ്ലാസ് അങ്ങ് താഴേക്കിട്ട് തട്ടിയിട്ട് ശബ്ദമുണ്ടാക്കി. എന്നിട്ടും അവൾ വന്നില്ല. ആ സമയത്തിന് സാന്ദ്ര ആധാർ കാർഡ് നമ്പർ നിധിക്ക് അയച്ചു കൊടുത്തു. മെസ്സേജ് അയച്ചിട്ട് ഒരു വോയിസ് ക്ലിപ്പും കൂടി ഇടുന്നുണ്ട്. ഈ നമ്പർ വെച്ചിട്ട് അക്ഷയയിൽ പോയിട്ട് പുതിയ ആധാർ കാർഡ് എടുത്തോ. ആധാർ കാർഡിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഫോണിൽ ചാർജ് തീർന്നു പോയി എന്നൊക്കെ പറയാണ് സാന്ദ്ര. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ വേഗം ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് ഓടി വന്നു. സുധീഷ് പെട്ടെന്ന് തൂത്തുവാരുന്നത് പോലെ അഭിനയിച്ച് നിൽക്കുകയാണ്. സുധീഷിനെ കണ്ടപ്പോൾ നിധി പറഞ്ഞത്, അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്, എന്റെ ആധാർ നമ്പർ കിട്ടിയെന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ സുധീഷിന്റെ ഫ്യൂസ് പോയതുപോലെ ഇങ്ങനെ ആകെ അന്തം വിട്ടുപോയതുപോലെ നിൽക്കുമായിരിക്കട്ടോ സുധീഷ്. നിധിയുടെ ആധാർ കാർഡ് കിട്ടിയെന്നറിഞ്ഞതോടുകൂടി തന്നെ സുധീഷ് ആകെ ടെൻഷനിലായിരിക്കും. നിധിയുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ സുധീഷിന് ശരിക്കും ഉള്ളിലൊരു വെടിയേറ്റതുപോലെ തോന്നി. ആധാർ കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് രേഖകളൊക്കെ വീണ്ടെടുക്കാം, അവൾക്ക് പഴയതുപോലെ ജോലിക്ക് പോവാം, വീട് വേണമെങ്കിൽ മാറി താമസിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനാവാണ് സുധീഷിന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ താൻ ഈ കാണിക്കുന്ന സർക്കസൊക്കെ അവളെ സ്വാധീനിക്കില്ലല്ലോ എന്നൊരു പേടിയായിരുന്നു സുധീഷിന്റെ ആദി. ഇതേ സമയം അരുൺ ഒട്ടും വൈകിപ്പിക്കാതെ രാജീവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അച്ഛ, സാന്ദ്ര ഇവിടെ കള്ളക്കളി നടത്തുന്നുണ്ട്. അച്ഛന്റെ അലമാര തുറന്നുകൊണ്ട് തന്നെ നിധിയുടെ ആധാർ നമ്പർ നിധിക്ക് ചോർത്തി കൊടുത്തു. പക്ഷേ ആധാർ നമ്പർ സാന്ദ്ര പോലും അറിയാതെ ഞാൻ അതിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. ആ ആധാർ നമ്പറെങ്കാലും നിധിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് മാറി താമസിക്കും, അവൾക്ക് അവളുടെ പഴയ ജോലിയിൽ പ്രവേശിക്കാം, അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ്സ് അവൾക്കുണ്ട്. അതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സാന്ദ്ര പോലും അറിയാതെ ആ നമ്പർ ഞാൻ മാറ്റി എഴുതി എന്നൊക്കെ പറയാണ് വരുൺ. എന്നാൽ സാന്ദ്ര ചെയ്ത ഈ ഒരു പ്രവൃത്തി കേട്ടതോടുകൂടി തന്നെ രാജീവ് ആകെ കട്ടക്കലിപ്പിലായിരുന്നു. അയാൾ നേരെ ഹാളിലേക്ക് വന്ന് സാന്ദ്രയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്റെ അനുവാദം പോലുമില്ലാതെ നീ എങ്ങനെ എന്റെ അൽമാറ തുറന്നു എന്ന് അയാൾ ഗർജിക്കുമ്പോൾ സാന്ദ്ര ആകെ പേടിച്ചുപോയി. നിധി സാന്ദ്രയെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും രാജീവ് അത് തടഞ്ഞു. ആ രാത്രി നിധിക്ക് ഉറക്കം പോലും വന്നില്ല. തന്റെ ആധാർ നമ്പർ കയ്യിൽ കിട്ടിയെങ്കിലും അത് കാരണം സാന്ദ്രക്ക് കേൾക്കേണ്ടി വരുന്ന ചീത്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ മുറ്റത്തേക്ക് സങ്കടത്തോടെ ഇറങ്ങി വന്നപ്പോൾ സുധീഷ് അങ്ങോട്ടേക്ക് ചെന്നു. സുധീഷ് പതിവ് പോലെ തന്നെ തമാശകളൊന്നുമില്ലാതെ തന്നെ നിധിയുടെ അടുത്തേക്ക് ഇരുന്നു. നിധിക്ക് ആധാർ കാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് നിധി പറഞ്ഞു. പക്ഷേ വീട് വിട്ടു പോകുമോ എന്ന് ഓർക്കുമ്പോൾ സുധീഷിന് ഭയങ്കര പേടിയായിരുന്നു. നിധി ആദ്യമായി സുധീഷിനെ ഒന്ന് തുറപ്പിച്ചു നോക്കി. അവന്റെ കണ്ണുകളിൽ അന്ന് കളിയായിരുന്നില്ല, ഒരു തരം സങ്കടം മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നിധി ആധാർ കാർഡ് ശരിയാക്കാൻ വേണ്ടി അക്ഷയ സെന്ററിലേക്ക് പോവാൻ റെഡിയായി. അന്നേരം സുധീഷിനാകെ പേടിയാവാണ്. ആധാർ നമ്പർ കയ്യിൽ കിട്ടുന്നതോടുകൂടി തന്നെ നിധി എങ്ങാനും വീണ്ടും ഡിവേഴ്സിന് ക്ഷമിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ സുധീഷ് പേടിക്കുന്നത്. പക്ഷേ ആധാർ കാർഡിന്റെ ഒറിജിനൽ എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയ സെന്ററിലേക്ക് പോയപ്പോഴായിരിക്കും ആ ഒരു ആധാർ നമ്പർ മാറിയിരിക്കുന്നത്. OTP തന്റെ ഫോണിലേക്ക് അയക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ സെൻഡ് ആവുന്നില്ല. ആ OTP നേരെ പോയത് സാന്ദ്രയുടെ ഫോണിലേക്കായിരിക്കും. അപ്പോഴായിരിക്കട്ടെ സാന്ദ്രയും നിധിയും ആ ഒരു സത്യം തിരിച്ചറിയുന്നത്.
സാന്ദ്ര എഴുതി വെച്ച നിധിയുടെ ആധാർ നമ്പർ മാറ്റി എഴുതിയിട്ടുണ്ടാവും വരുൺ. അരുൺ എഴുതിയിരിക്കുന്നത് സാന്ദ്രയുടെ ആധാർ നമ്പർ തന്നെയായിരിക്കും. അങ്ങനെ അരുൺ ചെയ്ത ആ ഒരു ചതി മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നിധി ആകെ തകർന്നു പോവാണ്. ഈ ഒരു അവസ്ഥയിലും സുധീഷിന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഒരിക്കൽ പോലും നിധിയുടെ ആധാർ കാർഡ് നിധിയുടെ കയ്യിൽ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.